ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. NIT കാലിക്കറ്റ് ഗവേണിംഗ് ബോഡി അംഗമായി വ്യവസായി ലഫീർ മുഹമ്മദിനെ നിയമിച്ചത് എന്തിനെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ തിരിച്ചെത്തിയതോടെ ഹാർബർ സജീവം. നദികളിലെയും പുഴകളിലെയും മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. സൗദി KMCCയുടെ രണ്ടാം ഘട്ട ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് 7 കോഴിക്കോട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. NIT കാലിക്കറ്റ് ഗവേണിംഗ് ബോഡി അംഗമായി വ്യവസായി ലഫീർ മുഹമ്മദിനെ നിയമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തും അതേപോലെ തന്നെ ഡോളർ കള്ളക്കടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് NITയിൽ ഗവേണിംഗ് ബോഡി അംഗമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന വിവാദ വ്യവസായിയാണ്. കോഴിക്കോട് NITയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫാക്കൽറ്റി രംഗത്തായാലും സ്റ്റാഫ് പാറ്റേണിലായാലും രാജ്യത്ത് 32 NITകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ NITകളിൽ അക്കാദമിക് മികവിൽ 3ാം റാങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഗവേണിംഗ് ബോഡി അംഗങ്ങളായിട്ടുള്ളവരെല്ലാം തന്നെ സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള പദവികൾ അലങ്കരിച്ചവർ, വിദ്യാസമ്പന്നർ അല്ലെങ്കിൽ കളങ്കിതരല്ലാത്ത പൊതുപ്രവർത്തകരായിരുന്നു. എന്നാൽ ഇന്ന് VD സതീശന്റെ പ്രത്യേക താൽപര്യപ്രകാരം ഡോളർ കള്ളക്കടത്തു കേസിൽ കസ്റ്റം ചോദ്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ വ്യക്തിയാണ് പൊന്നാനിയിലുള്ള ലഫീർ മുഹമ്മദ്. എന്ത് താൽപര്യമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന കളങ്കിതനായിട്ടുള്ള ഒരു വിദേശ വ്യവസായിയെ ഈ ഒരു ചുമതലയിലേക്ക് കൊണ്ടുവരാൻ? അദ്ദേഹം കോൺഗ്രസിന്റെ എന്തെങ്കിലും പദവി വഹിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രൊഫഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ടോ? കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട MP MK രാഘവന് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയോ? ഇവിടെയുള്ള കുന്നമംഗലത്തിന്റെ MLAക്ക് അറിയോ? കോഴിക്കോട്ടെ DCCയുടെ നേതൃത്വത്തിന് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇത്തരത്തിലുള്ള ഒരു ഡോളർ കേസിൽ കസ്റ്റം ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇതിനെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിരോധിക്കും. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ലഫീർ മുഹമ്മദിനെ കോഴിക്കോട് NITയുടെ ക്യാമ്പസിൽ കാലുകുത്താൻ BJP അനുവദിക്കില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങിയ ശേഷം കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകൾ തിരിച്ചെത്തിയതോടെ ബേപ്പൂർ ഹാർബർ വീണ്ടും സജീവമായി. മീൻപിടുത്തത്തിന് പോയ വലിയ ബോട്ടുകളാണ് മടങ്ങിയെത്തിയത്. കുറഞ്ഞ തോതിൽ ഇടത്തരം വലുപ്പത്തിലുള്ള കിളിമീൻ, ചെമ്പാൻ, കലുവക്കോര, വെമ്പിളി എന്നിവ മാത്രമാണ് ബോട്ടുകാരുടെ വലയിലായത്. ചിലർക്ക് കുറച്ച് കൂന്തൽ മീൻ ലഭിച്ചു. തുടക്കത്തിൽ കിളിമീൻ പെട്ടിക്ക് 5500 രൂപ വരെ ലഭിച്ചു. ബോട്ടുകൾ കൂടുതൽ എത്തുന്നതോടെ മീൻ വില കുറയും.
പ്രതീക്ഷയ്ക്കൊത്ത് മീൻ കിട്ടിയില്ലെങ്കിലും 52 ദിവസത്തെ നിരോധനത്തിനു ശേഷം പണിക്ക് പോയപ്പോൾ കിട്ടിയ മീനിന് മോശമല്ലാത്ത വില ലഭിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി. വലിയ ബോട്ടുകളാണ് കര കയറിയതിൽ ഏറെയും. മറ്റു ബോട്ടുകൾ 2 ദിവസത്തിനകം തിരിച്ചെത്തും. 200ഓളം ബോട്ടുകളാണ് ആദ്യ ദിനം കടലിലേക്ക് പോയത്. കടലിൽ ശക്തമായ കാറ്റും കോളും ഉള്ളതിനാൽ ചിലർക്ക് മത്സ്യബന്ധനം നടത്താനാകാതെ തിരിച്ചു പോരേണ്ട സ്ഥിതിയുമുണ്ടായി. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ കടലിൽ മത്സ്യം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പൊതുധാരണ. എന്നാൽ ഇതിന് അനുസൃതമായി ആദ്യ നാളുകളിൽ ബോട്ടുകാർക്ക് മീൻ കിട്ടാത്തത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ കൂന്തലടക്കമുള്ള കയറ്റുമതി മത്സ്യങ്ങൾ ധാരാളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല. ബോട്ടുകൾ എത്തിത്തുടങ്ങിയതോടെ തിരക്കേറിയ ഹാർബറിൽ കച്ചവടങ്ങളും തകൃതിയായി. ഇന്ധന പമ്പുകൾ, ഭക്ഷണശാലകൾ, സ്പെയർ പാർട്സ് കടകൾ, വലക്കട, ഐസ് വിതരണക്കാർ, ജലവിതരണക്കാർ തുടങ്ങിയ എല്ലാവരും സജ്ജമായതോടെ ഹാർബറിൽ പുത്തൻ ഉണർവായി. കയറ്റിറക്ക് തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സജീവ സാന്നിധ്യവും ഹാർബറിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നദികളിലെയും പുഴകളിലെയും മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. മണൽ നീക്കത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തുണ്ടാകുന്ന അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും പ്രധാന കാരണം നദികൾ, പുഴകൾ, ഡാമുകൾ എന്നിവിടങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണലാണെന്നും പ്രസ്തുത മണൽവാരൽ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഉയർന്നുവരുന്ന ആവശ്യവും തീരുമാനമായി മാറുകയാണെന്നും മുൻ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആത്മാർത്ഥത കാണിച്ചില്ലെന്നും അതിന്റെ ദുരന്തഫലമാണ് അച്ചൻകോവിൽ, പമ്പ, ചാലിയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും അതുകൊണ്ട് നദികളിലെയും പുഴകളിലെയും ഡാമുകളുടെയും മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രമാദമായ ദീപക് കുമാർ കേസിനെ തുടർന്നാണ് മണൽ നീക്കം ചെയ്യാൻ നിയമപരമായ തടസ്സം നേരിട്ടത്. പ്രസ്തുത വിധിയെ മറികടക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവണം. പ്രസ്തുത ദുരന്തത്തിന് പ്രധാന കാരണക്കാർ കപട പരിസ്ഥിതിവാദികളാണ്. പുഴകളിലെയും നദികളിലെയും മണൽ വാരുന്നതിനെതിരെ അശാസ്ത്രീയവാദം മുഖങ്ങൾ ഉന്നയിച്ച് തടസ്സം സൃഷ്ടിച്ചതും കോടതിയെ സമീപിച്ചതും സാമ്പത്തിക താൽപര്യം മാത്രം മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം കപട പരിസ്ഥിതിവാദികളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ ഉള്ളവർ പോലും പ്രസ്തുത വാദങ്ങൾ ഉയർത്തിയവരായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് MK ബാബു, ജനറൽ സെക്രട്ടറി അലക്സ് പെരുമാലി, പ്രിൻസ് എബ്രഹാം, KP ഔസേപ്പ്, SMK മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൗദി KMCCയുടെ KMCC കേരള ട്രസ്റ്റ് സുരക്ഷാ പദ്ധതി 2ാം ഘട്ട ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് 7-ന് കോഴിക്കോട്ട് നടക്കും. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും.
ഹാഷിം എഞ്ചിനീയർ സ്മാരക പുരസ്കാരം ഡോക്ടർ MK മുനീറിന് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 85,000-ത്തിലധികം മെമ്പർമാരുള്ള പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ ഒരു പരസ്പര സഹായ പദ്ധതിയാണ് സൗദി KMC സുരക്ഷാ പദ്ധതി. സൗദി KMCC നാഷണൽ കമ്മിറ്റിയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ 2026 വർഷത്തെ 2ാം ഘട്ട ആനുകൂല്യ വിതരണവും വിവിധ CH സെന്ററുകൾക്കുള്ള ധനസഹായ കൈമാറ്റവും ഓഗസ്റ്റ് 7-ന് കോഴിക്കോട്ട് സംഘടിപ്പിക്കും. ചടങ്ങിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഹാഷിം എഞ്ചിനീയർ സ്മാരക അവാർഡ് ദാനവും നടക്കും. സൗദി KMCC നാഷണൽ കമ്മിറ്റി ഹാഷിം എഞ്ചിനീയർ കർമ്മ പുരസ്കാരം ഡോക്ടർ MK മുനീറിന് സമർപ്പിക്കുമെന്ന് KMCC ഭാരവാഹികൾ പറഞ്ഞു. നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള പ്രിയപ്പെട്ട MK മുനീർ സാഹിബിനാണ് ഈ വെള്ളിയാഴ്ച ലീഗ് ഹൗസിൽ വെച്ച് 3 മണിക്ക് ആദരണീയനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കർമ്മ പുരസ്കാരം MK മുനീർ സാഹിബിന് നൽകുന്നത്. ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. KMCC 3.5 കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ ആശ്രിതർക്ക് നൽകുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. സൗദി അറേബ്യയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി, പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, അവർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അനാഥരാകാതിരിക്കാൻ വേണ്ടി സൗദി KMCC നടത്തുന്ന ഒരു സുരക്ഷാ പദ്ധതിയാണ്. ഈ വർഷം 2026 വർഷം പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള 65 കുടുംബങ്ങളാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി, സൗദി KMCC പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട്, ചെയർമാൻ ഖാദർ ചെങ്കള തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LICയുടെ 6.5% ഓഹരികൾ ഉടൻ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് LIC ഏജന്റുമാരും ജീവനക്കാരും പെൻഷൻകാരും പ്രതിഷേധിച്ചു. ജില്ലയിൽ LIC ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. LIC എംപ്ലോയീസ് യൂണിയൻ, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. 60 ലക്ഷം കോടിയുടെ ആസ്തിയുള്ളതും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ മൂലധനം ലഭ്യമാക്കുകയും ചെയ്യുന്ന പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LICയെ ഓഹരി വിൽപ്പനയിലൂടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ സംഘടനകൾ പ്രതിഷേധിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LICയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഓഹരി വിൽപ്പനയെ തുടർന്ന്. ആ മാറ്റമാണ് നമ്മൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിലെ ഓപ്പണർ തുടങ്ങിയ കാലത്ത് 99 നിയമം പാസാക്കിയപ്പോൾ തന്നെ നമ്മളൊന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ഇല്ലാതാക്കലാണ് എന്നുള്ളത്. പക്ഷേ അധികം ആളുകളൊന്നും അന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. 2022 LICയുടെ 3.5% ഓഹരി വിൽപ്പന നടത്തിയപ്പോൾ അന്നും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു ഇത് 3.5% നിൽക്കില്ല, ഗവൺമെന്റ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. LIC PA ജനറൽ സെക്രട്ടറി KKC പിള്ള, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ TC ബസന്ത്, വനിതാ സബ് കമ്മിറ്റി കൺവീനർ T ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. വടകരയിലും കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും താമരശ്ശേരിയിലും രാമനാട്ടുകരയിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്ക് മെൻസ് ക്ലബിന്റെ ബഷീർ അനുസ്മരണവും കോളേജ് മാഗസിൻ അവാർഡ് സമർപ്പണവും ഓഗസ്റ്റ് 7-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രഭാഷകൻ KB രാജാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ബേപ്പൂർ കലാഗ്രാമത്തിന്റെ ബേപ്പൂർ സുൽത്താന്റെ പെണ്ണുങ്ങൾ എന്ന നാടകവും അരങ്ങേറും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള 25ഓളം കോളേജുകളിൽ നിന്നാണ് നമുക്ക് മാഗസീനുകൾ ലഭിച്ചത്. നമ്മുടെ വിധി നിർണയം നടത്തിയത് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീചിത്രന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ്. കഥകളി നിരൂപകനും പ്രഭാഷകനും കലാമണ്ഡലം സംസ്കൃത സർവകലാശാലയുടെ ഡീന് കൂടിയായിട്ടുള്ള ശ്രീ KB രാജാനന്ദ്, അതുപോലെ തന്നെ V രാമൻകുട്ടി, വിദ്യാഭ്യാസ ചിന്തകനായിട്ടുള്ള V രാമൻകുട്ടി,
ഈ 3 പേരടങ്ങുന്ന ജൂറിയാണ് ഇത്തവണത്തെ വിജയികളെ തെരഞ്ഞെടുത്തത്. ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ബാങ്ക് മെൻസ് ക്ലബ്ബ് പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ 29 വർഷമായി നടത്തിവരുന്ന കോളേജ് മാഗസിൻ അവാർഡ് മത്സരത്തിൽ ഈ വർഷം വിജയികളായവരെ പ്രഖ്യാപിച്ചു. 1ാം സമ്മാനത്തിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിന്റെ ആ എന്ന മാഗസിനും, 2ാം സമ്മാനത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ചാഗോലി എന്ന മാഗസിനും, 3ാം സമ്മാനത്തിന് PSMO കോളേജ് തിരൂരങ്ങാടിയുടെ മാഗസിനും അർഹമായി. 10,000, 7,500, 5,000 എന്നിങ്ങനെയാണ് അവാർഡ് തുകകൾ. അവാർഡുകൾ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് സി ലാസർ, ജനറൽ സെക്രട്ടറി അർജുൻ സി, വൈസ് പ്രസിഡന്റുമാരായ വി ഗിരീശൻ, ജഗദീഷ്, ജോയിന്റ് സെക്രട്ടറി നിതീഷ് കെ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ ഗ്രൂപ്പ് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം വിതരണം ചെയ്തു. CSR പദ്ധതിയുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾക്കാണ് ചെക്ക് കൈമാറിയത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ് ഭവനരഹിതർക്കായി നൽകുന്ന ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് R. അബ്ദുൾ ജലീൽ, സോണൽ ഹെഡ് KM ജാവേദ് മിയാൻ, മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സീനിയർ മാനേജർ ഹസൻ കോയ, കോർപ്പറേഷൻ കൗൺസിലർമാരായ ബീരാൻ കോയ, ഷിനു പിന്നാണത്ത്, DCC സെക്രട്ടറി TK അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഭവന നിർമ്മാണ സഹായ പദ്ധതിയിലൂടെ മലബാർ ഗ്രൂപ്പ് ഇതിനകം 24,000-ലേറെ കുടുംബങ്ങൾക്ക് 85 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. കൂടുതൽ കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാനും മലബാർ ഗ്രൂപ്പ് എന്നും പ്രതിബദ്ധത പുലർത്തുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബ്രഹ്മ ഡിവോഷൻ ഷെയർഡ് ഇൻ മെലഡീസിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രകാശനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ബ്രഹ്മയുടെ സംഗീതാർച്ചനയും അരങ്ങേറി. ഭക്തിയും സംഗീതവും സാന്ത്വനവും സമന്വയിപ്പിച്ച് സ്വാതി തിരുനാൾ കലാകേന്ദ്രവും V4U സ്റ്റാർ വോയ്സും ചേർന്നൊരുക്കുന്ന മലയാളത്തിന്റെ പുണ്യം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന ബ്രഹ്മ ഡിവോഷൻ ഷെയർഡ് ഇൻ മെലഡീസിന്റെ ഒഫീഷ്യൽ ബ്രോഷർ പ്രകാശനം സ്വാതി കലാകേന്ദ്രത്തിൽ വെച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. ബ്രഹ്മയിലെ മുഴുവൻ കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് V4U, രഖിലേഷ് സ്റ്റാർ വോയ്സ്, രാജീവ് ഡാഡ്, ജംഷി സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് കൈതപ്രം നേതൃത്വം വഹിച്ച ബ്രഹ്മയുടെ സംഗീതാർച്ചന അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പി കെ റോസി ഫിലിം സൊസൈറ്റി എസ് ജാനകി അനുസ്മരണം നടത്തി. മാധ്യമപ്രവർത്തക സനിത മനോഹർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കലാ, സാംസ്കാരിക, സംഗീത രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. പി കെ റോസി ഫിലിം സൊസൈറ്റി എസ് ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തക സനിത മനോഹർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എസ് ജാനകിയെ ജാനകിയമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആദരവ് എസ് ജാനകി എന്ന് അഭിസംബോധന ചെയ്യുമ്പോഴാണെന്ന് സനിത അനുസ്മരണ പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു. ചലച്ചിത്ര പ്രവർത്തക നവീന വിജയൻ അധ്യക്ഷത വഹിച്ചു. കലാകാരി ഇഷ സുനിൽ, ചലച്ചിത്ര നടി കബനി എച്ച്, അധ്യാപിക ശശിമംഗള ടി പി എന്നിവർ ഗാനാർച്ചന നടത്തി. ചടങ്ങിൽ ചലച്ചിത്ര നടി പ്രിയ ശ്രീജിത്ത്, സാംസ്കാരിക പ്രവർത്തക ബിന്ദു ആമാട്ട് എന്നിവരും സന്നിഹിതരായി. പി കെ റോസി ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം ജസീന എം പി, വൈസ് പ്രസിഡന്റ് പസ്കി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബേപ്പൂർ കക്കാടത്ത് കുടുംബത്തിന്റെ അടുത്ത കുടുംബസംഗമം 2026 ഒക്ടോബർ 4 ബേപ്പൂരിൽ നടക്കും. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം BC റോഡിലെ കക്കാടത്ത് ഹൌസിൽ നടന്നു. ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രുതി ജിഷിന്ദിന് നൽകി കുടുംബരക്ഷാധികാരി മജീഷ്യൻ പ്രദീപ് കുഡിനോ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പരിപാടിയിൽ ജനറൽ കൺവീനർ സുകേഷ് കക്കാടത്ത്, ട്രഷറർ സന്തോഷ് കക്കാടത്ത്, രക്ഷാധികാരി മുകുന്ദൻ കക്കാടത്ത് തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NIT കാലിക്കറ്റ് ഗവേണിംഗ് ബോഡി അംഗമായി വ്യവസായി ലഫീർ മുഹമ്മദിനെ നിയമിച്ചത് എന്തിനെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ തിരിച്ചെത്തിയതോടെ ഹാർബർ സജീവം. നദികളിലെയും പുഴകളിലെയും മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. സൗദി KMCCയുടെ 2ാം ഘട്ട ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് 7 കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.